ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ 4ഓളം വരുന്ന എക്സാംസ് ഡേറ്റ് വന്നിട്ട് June 30 ആണ്. സോ എല്ലാവരുടെ പ്രിപ്പറേഷൻസ് എല്ലാം നടക്കുകയാണ്. നമ്മുടെ റിവിഷനാണ്. നമുക്ക് ഇന്നും നാളെയായിട്ട് നമ്മുടെ കൺട്രോൾ സിസ്റ്റമാണ് നമുക്ക് കറക്റ്റ് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് പഠിക്കാനുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുകയായിരിക്കും എന്ന് കരുതുന്നു. സോ നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൽ 10 മാർക്ക് നിങ്ങൾക്ക് വരാം. ഷുവറായിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും MCQs നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 അടുപ്പിച്ച് വരുന്ന MCQs നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇപ്പോൾ നമുക്ക് വരുന്ന മാക്സിമം MCQs നമ്മൾ ഇപ്പോൾ നമുക്ക് നോക്കാം. MCQ ക്വസ്റ്റ്യൻസും PDF നോട്ട്സും ഒക്കെ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്തവരെ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് പഠിച്ച് പോകാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം തന്നെ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. 100-150ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്, JEE ലെവലിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൺട്രോൾ സിസ്റ്റമാണ് ഇനി വരുന്ന 2 ദിവസം നമുക്ക് നോക്കാനുള്ള കൺട്രോൾ സിസ്റ്റമാണ്. കൺട്രോൾ സിസ്റ്റം പൊതുവേ എല്ലാവരും വിടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയ പഠിക്കാതെ വിട്ട് പോയവർ അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്ന MCQ ക്വസ്റ്റ്യൻസ് എങ്കിലും വായിച്ച് നോക്കിയിട്ട് പോകും. അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോർഷൻ ഓഫ് എ കൺട്രോൾ സിസ്റ്റം വിച്ച് ഈസ് ടു ബി കൺട്രോൾഡ് ഓർ റെഗുലേറ്റഡ് ഈസ് കോൾഡ്. എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് പ്ലാന്റ് ഓർ പ്രോസസ്സർ. ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ദ പാർട്ട് ഓഫ് ദ സിസ്റ്റം വിച്ച് കൺട്രോൾസ് ദി പ്രോസസ് ഓഫ് ദ സിസ്റ്റം ഈസ് കോൾഡ് കൺട്രോളർ. ഓപ്ഷൻ ഡി കൺട്രോളർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ആൻ അപ്ലൈഡ് സിഗ്നൽ ഫ്രം ആൻ എക്സ്റ്റേണൽ എനർജി സോഴ്സ് ടു എ സിസ്റ്റം ടു പ്രൊഡ്യൂസ് റിക്വയർഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ്. ഓപ്ഷൻ ബി എക്സൈറ്റേഷൻ. ഇതെല്ലാം നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. എ മാൻ ഡ്രൈവിംഗ് എ കാർ ഈസ് ഡാഷ് കൺട്രോൾ സിസ്റ്റം. ഓപ്ഷൻ സി കോമ്പിനേഷണൽ കൺട്രോൾ സിസ്റ്റമാണ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം ഒക്കെ നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എക്സാമ്പിളൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, The perspiration system inside a human being is an example of dash control system. Natural control system ആണ്. A vehicle with a gearing arrangement is an example of man-made control system ആണ്. ഇനി ടൈം വേരിയൻറ്റ് സിസ്റ്റം എന്താണ്? ടൈം വേരിയൻറ്റ് സിസ്റ്റത്തിൽ ഓപ്ഷൻ സി ആണ്. പാരാമീറ്റേഴ്സ് ഓഫ് സിസ്റ്റം ചേഞ്ച് വിത്ത് ടൈം ആയിരിക്കും. അടുത്ത ദിവസം നോക്കൂ, എ സ്പേസ് വെഹിക്കിൾ ലീവിംഗ് ദ എർത്ത് ഈസ് an example of dash control system. ഓപ്ഷൻ ബി ടൈം വേരിയൻറ്റ് കൺട്രോൾ സിസ്റ്റം. A system in which parameters of a system are not the function of time is called time invariant. An electrical circuit consisting of only resistance is an example of time variant ആണോ non-linear ആണോ stochastic ആണോ? It is time invariant ആണ്. Dash is true for time variant system. Time variant systemത്തിൽ parameters of system vary with time ആണ്. Dash is true for time invariant system. Time invariant systemത്തിൽ parameter systems are not time dependent. അതുപോലെ തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് may vary with time. ഓപ്ഷൻ സി ബോത്ത് എയും ബിയും ട്രൂ ആണ്. ഡാഷ് കൺട്രോൾ സിസ്റ്റം സാറ്റിസ്ഫൈസ് ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓപ്ഷൻ ബി ലീനിയർ കൺട്രോൾ സിസ്റ്റം. ഡാഷ് കൺട്രോൾ സിസ്റ്റം സാറ്റിസ്ഫൈ ലോ ഓഫ് സൂപ്പർ, ഓൾറെഡി പറഞ്ഞു ലീനിയർ. ഡാഷ് കൺട്രോൾ സിസ്റ്റം ഡസ് നോട്ട് സാറ്റിസ്ഫൈ ലോ ഓഫ് സൂപ്പർ പൊസിഷൻ, ദാറ്റ് ഈസ് നോൺ ലീനിയർ. എ ലീനിയർ കൺട്രോൾ സിസ്റ്റം സാറ്റിസ്ഫൈസ്. ഓപ്ഷൻ ബി ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ഡാഷ് കൺട്രോൾ സിസ്റ്റം. ലീനിയർ കൺട്രോൾ സിസ്റ്റം. ഡാഷ് ഈസ് ട്രൂ ഫോർ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൽ ട്രൂ വരുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ, എഫ് ഓഫ് ആൽഫ എക്സ് ഈക്വൾ ടു ആൽഫ ആൻഡ് എഫ് ഓഫ് എക്സ്, വേറെ ആൽഫയ്ക്ക് കോൺസ്റ്റൻറ്റ്. രണ്ടും ശരിയാണ്. ബോത്ത് എ ആൻഡ് ബിയും ട്രൂ ആണ്. എ സിസ്റ്റം ഒബൈയിങ് ദ ലോ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ഈസ് എ ഡാഷ് കൺട്രോൾ സിസ്റ്റം. എക്സ് സ്ക്വയർ ഒക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നോൺ ലീനിയർ ആണ്. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് നമുക്ക് പഠിക്കാനുണ്ട് തിയറിയിൽ. ഡാഷ് പ്രോപ്പർട്ടീസ് ആർ റിലേറ്റഡ് ടു നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം. സാച്ചുറേഷൻ, ഡെഡ് സോൺ, സ്ക്വയർ, ഓൾ ഓഫ് ദി അബവ്, ഇതെല്ലാം നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. An electronic circuit consisting of a diode is an example of a non-linear control system. A control system described by ordinary differential equation is called option B lumped control system. A control system described by partial differential equation is a distributed control system. A transmission line is an example of a distributed control system. A circuit consisting of elements like R, L, C is an example of a lumped control system. Dash is applicable for open loop control system. Applicable ആയിട്ടുള്ളത് simple in construction, inaccurate and unreliable, easy from maintenance point of view. All of these. Option D, all of these. Match the following pairs നമ്മൾ മാച്ച് ചെയ്യുക. ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട്, സിസ്റ്റം ഒബൈൻ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ഇ റൈസ് ടു എക്സ്, ഹ്യൂമൻ ബീങ് ട്രാൻസ്മിഷൻ ലൈൻ. ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. അതായത് ഇലക്ട്രിക് സ്വിച്ച് എന്ന് പറയുമ്പം ഇറ്റ് ഇസ് എൻ ഓപ്പൺ ലൂപ്പാണ്. ഇലക്ട്രിക് സ്വിച്ച് ഓപ്പൺ ലൂപ്പ്. സിസ്റ്റം ഒബൈങ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ഇ റൈസ് ടു എക്സ്, ഇറ്റ് ഇസ് നോൺ ലീനിയർ. ഹ്യൂമൻ ബീയിങ് ഇറ്റ് ഈസ് ക്ലോസ് ലൂപ്പ്. ട്രാൻസ്മിഷൻ ലൈൻ ഇറ്റ് ഇസ് എ ഡിസ്ട്രിബ്യൂട്ടഡ്. പഠിക്കാം. ഇങ്ങനത്തെ നല്ല പുതിയ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്.
Dash is an example of open loop control system. Example automatic washing machine. Closed loop control system example ഏതാണ്? Ship stabilization system. Dash is a property by which output is compared with the input. It is a feedback. Dash produce an error in a control system. Closed loop system produce error ഏതാണ്? Error detector. Dash produces manipulated variable in a closed loop system. Option D and it is controller. The main excitation to a closed loop system is called command input. A controller produces dash in a closed loop system, manipulated variable. A transducer produces dash in a closed loop system, a reference input. Dash is true for a closed loop system. It will either true for closed loop system, it will reduce the effect of disturbance. Dash is true for closed loop system. എല്ലാം ശരിയാണോ? ഹൈ അക്യുറേറ്റ് ആണ്, ബാൻഡ് വിഡ്ത്ത് ഹൈ ആണ്, റെഡ്യൂസ്ഡ് എഫക്റ്റ് ഓഫ് നോൺ ലീനിയാരിറ്റീസ്. Dash is the main consideration in designing closed loop system. Stability. A control system in which output is a position, velocity or acceleration is called servo mechanism. The highest power of S existing in the characteristic equation of the system is called its order. The root of characteristic equation of a system are called dash of the system. Poles. The DC gain is the value of transfer function for S equal to 0. The signal flow graph uses dash of the system variables. The relation between the variables, various variables are represented by dash in a signal flow graph, branches. The equation corresponding to signal flow graph, ഇതൊക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എങ്ങനെയാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ടച്ചിങ് ലൂപ്സ് നോൺ ടച്ചിങ് ലൂപ്സ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളത്. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണെങ്കിൽ ചെയ്ത് നോക്കൂ. x2 ഈക്വൽ ടു എങ്ങനെ വരും? x1 മൈനസ് 4x3 പ്ലസ് 4x2. The signal flow graph is applicable to dash system. This option A ആണ് linear time invariant. The signal flow graph is a dash property of system. It is unilateral property of system. In a signal flow graph, signal travels only the direction of arrow. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The variable of the system are represented by dash in signal flow graph. Nodes. Dash is used to find transfer function from signal flow graph. Mason's gain formula. നല്ല ക്വസ്റ്റ്യൻ ആണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം നോക്കൂ. ഡാഷ് ഈസ് ട്രൂ ഫോർ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ദ വാല്യൂ ഓഫ് വേരിയബിൾ അറ്റ് ദ നോഡ് ഈസ് എന്ന് പറയുന്നത് ആൽജിബ്രിക് സം ഓഫ് ഓൾ ദി സിഗ്നൽസ് എൻ്ററിങ് അറ്റ് ദാറ്റ് നോഡ്. അതുപോലെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ലീവിങ് എ നോഡ് എന്ന് പറയുന്നത് ഡസ് നോട്ട് അഫക്ട് ദി വാല്യൂ ഓഫ് വേരിയബിൾ അറ്റ് ദാറ്റ് നോഡ്. ബോത്ത് എയും ബിയും ട്രൂ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ദിവസം നോക്കൂ. ഡാഷ് ഈസ് ട്രൂ. സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് ശരിയെന്ന് വെച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് യുണീക്ക് പ്രോപ്പർട്ടി ബട്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ തിയറി നമ്മൾ നല്ല സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്താണ് അതിൻ്റെ തിയറിയൊക്കെ നല്ലത് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഈ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ദ നോഡ് ഹാവിങ് ഓൺലി ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് ഈസ് ഡാഷ് നോഡ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ സോഴ്സ് നോഡ്. നോഡ് ഹാവിങ് ഓൺലി ഇൻകമിങ് ബ്രാഞ്ചസ് ഇറ്റ് ഈസ് സിങ്ക് നോഡാണ്. ദ നോഡ് ഹാവിങ് ബോത്ത് ഇൻകമിങ് ഔട്ട് ഗോയിങ് ഉണ്ടെങ്കിൽ അതിനെ ചെയിൻ എന്ന് പറയും. അപ്പോൾ സോഴ്സ് സിങ്ക് ചെയിൻ. അപ്പോൾ അത് മൂന്നും ഒരുമിച്ച് പഠിക്കാം. എ ഫീഡ്ബാക്ക് ലൂപ്പ് കൺസിസ്റ്റിംഗ് ഓൺലി വൺ നോഡ് ഈസ് കോൾഡ് സെൽഫ് ലൂപ്പ്. വൺ നോഡാകുമ്പോൾ സെൽഫ് ലൂപ്പ് നോഡ്. If there is no node common between the two or more loops, then such loops are called non-touching loops. അപ്പോൾ ഇങ്ങനത്തെ ഫിഗറൊക്കെ തന്നിട്ട് എത്ര നോൺ ടച്ചിങ് ലൂപ്സ് ടച്ചിങ് ലൂപ്സ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എക്സാമിന്. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് എത്ര നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്, എത്ര കോമ്പിനേഷൻ ഉണ്ട്? 3 കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഒരു ഫിഗർ നോക്കൂ. ഇവിടെ എത്ര സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഷോൺ ദർ ആർ ഡാഷ് കോമ്പിനേഷൻ ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ്. എത്ര കോമ്പിനേഷനാണ് വെച്ചിട്ടുള്ളത്? അപ്പോൾ 1 കോമ്പിനേഷനാണ്. അപ്പോൾ ഫിഗർ നോക്കി കറക്റ്റായി നോക്കൂ. ഒരു കോമ്പിനേഷനിൽ വരുന്നത് കണ്ടോ? 3 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ ഒരു ഇവിടെയാണെങ്കിൽ നോക്കൂ എത്രയാണ്? 2ൻ്റെ 3 കോമ്പിനേഷൻ വരുന്നുണ്ട്. ഫിഗർ നോക്കൂ. ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ ദി ഗെയിൻ ഓഫ് ബ്രാഞ്ചസ് ഫോമിങ് എ ലൂപ്പ് ഈസ് കോൾഡ് ലൂപ്പ് ഗെയിൻ. മേസൺസ് ഗെയിൻ ഫോമുല നമ്മൾ പഠിച്ചു. അതിൽ കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്. അതുപോലെ ഡെൽറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മേസൺസ് ഗെയിൻ ഫോമുല സിസ്റ്റം ഡിറ്റർമിനൻറ്റ്. ഓക്കെ. മേസൺസ് ഗെയിൻ ഫോമുല ടി സഫിക്സ് കെ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഗെയിൻ ഓഫ് കെയ്ത്ത് ഫോർവേഡ് പാത്ത്. ഈ ഒരു ഫിഗർ എന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര കോമ്പിനേഷൻ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുള്ളത്? ഇതും 2 ആണ്. ഇതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ലൂപ്സ് എത്ര ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ലൂപ്സ് ഉണ്ട്? 3 ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു അല്ലേ? 1 2 3 അല്ലേ? അതുപോലെ നോക്കൂ എത്ര നോൺ ടച്ചിങ് ലൂപ്സ് 2 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ എത്ര കോമ്പിനേഷൻ ഉണ്ട്? അത് 5 കോമ്പിനേഷനാണ്. 1 2 3 4 5. ഓക്കെ, എളുപ്പമല്ലേ? അടുത്ത നല്ല ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത്. ഇങ്ങനെ പെയേഴ്സ് വെച്ച് ചോദിക്കുന്നത്, മാച്ച് ദ പെയേഴ്സ്. എങ്ങനെ വരും ആൻസർ? ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഇതെന്താണ്? G1 + G2 വരും. A4 വരും. ബി ആണെങ്കിൽ എന്താണ്? G1 + G2. സി ആണെങ്കിൽ എന്താണ്? G1/1 + H1. ഡി ആണെങ്കിൽ G1/1 + G1 H1. ഓക്കെ, കറക്റ്റ് നോക്കി ചെയ്യാം. The motion in a mechanical system is governed by Newton's law.
നമ്മുടെ മോഡലിംഗ് ഇത് കറക്റ്റ് നിങ്ങൾ ഇതിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇങ്ങനെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇതിന്ന് ക്വസ്റ്റ്യൻസ്. ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഫോർ ദി ലീനിയർ മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ ബി ഒബ്റ്റൈൻ യൂസിങ് അലംബേർട്ട്സ് പ്രിൻസിപ്പിൾ ആണ്. ഡാഷ് സ്റ്റോർ ദി കൈനറ്റിക് എനർജി ബട്ട് ഡസ് നോട്ട് കൺസ്യൂം പൊട്ടൻഷ്യൽ എനർജി, മാസ് ആണ്. ദ ഡാഷ് ഫ്രിക്ഷൻ എക്സിറ്റ് വെൻ ദർ ഇസ് നോ മോഷൻ ആൻഡ് ഇറ്റ് ടെൻസ് ടു പ്രിവെൻറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി മോഷൻ. ഓപ്ഷൻ ഡി സ്റ്റാറ്റിക് ആണ്. അടുത്ത ദിവസം നോക്കൂ. ഡാഷ് ഇസ് ദ റൊട്ടേഷൻ സിസ്റ്റം ഈസ് അനലോസ് ടു മാസ് ഇൻ ട്രാൻസ്ലേഷൻ സിസ്റ്റം, ഇനേർഷ്യ. ഇതെല്ലാം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതൊക്കെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഡാഷ് ഇൻ റൊട്ടേഷൻ സിസ്റ്റം ഈസ് അനലോസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ട്രാൻസ്ലേഷൻ സിസ്റ്റം. ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ അനലോഗസ് ടു മാസ് ഇൻഡക്റ്റൻസ് ആണ്. അതുപോലെ തന്നെ അനലോഗസ് ടു ഫ്രിക്ഷൻ ആണെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. സ്പ്രിങ് ആണെങ്കിൽ കപ്പാസിറ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ ചാർജ് ആണ്. ഓൾമോസ്റ്റ് അത് വരുന്ന എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെലോസിറ്റി ആണെങ്കിൽ കറണ്ട് ആണ്. മാസ് ആണെങ്കിൽ കപ്പാസിറ്റൻസ് ആണ്. ഫോഴ്സ് കറണ്ടിലാണെങ്കിൽ. ഫ്രിക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് കറണ്ട് റെസിസ്റ്റൻസ്. ഇതെല്ലാം പഠിച്ചു വയ്ക്കാം. ഫോഴ്സ് കറണ്ട് സ്പ്രിങ് ആണെങ്കിൽ ഇൻഡക്റ്റൻസ്. ഫോഴ്സ് കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ ഫ്ലക്സ്. ഫോഴ്സ് കറണ്ടിൽ വെലോസിറ്റി ആണെങ്കിൽ EMF. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് ഇന്ന് നമ്മൾ കൺട്രോൾ സിസ്റ്റം പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മുടെ ഗ്രൂപ്പിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കും. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നോട്ട്സും ക്വസ്റ്റ്യൻസും മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ പോലെ ക്വസ്റ്റ്യൻസ് മാത്രം MCQ മാത്രം വായിച്ച് പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.